അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മാന്യജനങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ, ഇവിടെ നാം ഈ ഭൂമി ലോകത്ത് നാം ജീവിക്കുന്നത് സൃഷ്ടാവായ നമ്മുടെ പരിപാലകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുസ്മരിക്കാനും അവനോട് നല്ല രൂപത്തിൽ നമ്മുടെ കടപ്പാട് വീട്ടാനുമാണ്. അങ്ങനെ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ സൃഷ്ടാവായ തമ്പുരാൻ നമുക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത അവൻ്റെ റഹ്മത്ത് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നത്? പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് അതാ വിശുദ്ധരായ മഹാന്മാക്കൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട റഹ്മത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി വിശുദ്ധരായ സ്വഹാബത്തും അവരോടനുബന്ധിച്ചുള്ള വിശുദ്ധമാക്കപ്പെട്ട ചില പ്രത്യേക വ്യക്തികളും നമുക്ക് സൂചന നൽകുന്നുണ്ട്. ബഹുമാന്യരായ ഇബ്രാഹിമിന് അദ്ഹം തങ്ങൾ. ആരാണ് ഇബ്രാഹിമിന് അദ്ഹം തങ്ങൾ? അതാ ബൽക്കയിലെ സുൽത്താനാണ്. മഹാനവർകൾ അതാ ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. കാട്ടിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്ന മൃഗങ്ങളുണ്ട്, അങ്ങനെ പറക്കുന്ന പക്ഷികളുണ്ട്, ഏയുന്ന ജന്തുക്കളുണ്ട്. അതിനിടയിൽ നിന്നുകൊണ്ട് മഹാനായ ബൽക്കയുടെ സുൽത്താൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ദൂരദേശത്ത് നിന്നും ഒരു കാക്ക പറന്നു വരികയാണ്. പ്രിയമുള്ളവർ, എന്തിനാണ് ഈ കാക്ക പറന്നു വരുന്നത്? മഹാനവർകളുടെ മുമ്പിൽ ഒരു കൂട്ടം പത്തിരി കിടപ്പുണ്ട്. ആ പത്തിരി അതാ കാക്ക വന്നങ്ങ് കൊത്തിയെടുക്കുകയാണ്. ആ കാക്കയതാ പത്തിരി എടുത്തു വന്ന് അത് തൻ്റെ കൊക്കിൽ അതാ അമർത്തിക്കൊണ്ട് അതിനെടുത്ത് അങ്ങ് പറന്നു പോവുകയാണ്. ഇതിലെന്താണ് ഇത്ര ചിന്തിക്കാൻ? പ്രിയമുള്ളവർ, നാമൊക്കെ ചിന്തിക്കുക അങ്ങനെയായിരിക്കും. പക്ഷേ മഹാൻ അങ്ങനെ ചിന്തിച്ചില്ല. തൻ്റെ കുതിരയെ അങ്ങ് ശരിപ്പെടുത്തുകയാണ്. ആ കുതിരയുടെ പുറത്ത് കയറിയിട്ട് ആ കാക്കയുടെ പിന്നാലെ അങ്ങ് സഞ്ചരിക്കുകയാണ്. അങ്ങനെ അതിവേഗം ശരവേഗം ആ കാക്കയുടെ പിന്നാലെ അങ്ങ് സഞ്ചരിക്കുമ്പോൾ ഏതാണ് ഈ കുതിര? നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൽക്കയുടെ സുൽത്താൻ്റെ കുതിരയാണ്. ആ കാലഘട്ടത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ കുതിരയാണ്. ആ കുതിരയുടെ പുറത്ത് കയറിയിട്ട് മഹാനായ ഇബ്രാഹിമിന് അദ്ഹം തങ്ങളങ്ങ് പോകുമ്പോൾ അതാ കാക്കയങ്ങ് പറന്നു പോവുകയാണ്. മഹാനവർകൾ പിന്നാലെ പോവുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ച ശേഷം കാക്കയതാ ഒരു മലയടിവാരത്തേക്ക് അങ്ങായിറങ്ങുകയാണ്. മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളും അതിലൂടെ അങ്ങിറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ കാക്ക ഇറങ്ങുന്ന സ്ഥലം അതാ മഹാനവർകൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ കണ്ട കാഴ്ച മഹാന്റെ കണ്ണിനെ നടുക്കുകയാണ്. മഹാന്റെ ചിന്താശേഷിയെ അത് തളർത്തുകയാണ്. എന്താണ് കാഴ്ച? അവിടെ അതാ ഒരു പാവപ്പെട്ട മനുഷ്യൻ കിടക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ കൈകാലുകൾ ബന്ധിതമാണ്. ഏതോ ഒരു വ്യക്തി ഈ മനുഷ്യന് ആരാരും ഭക്ഷണം നൽകരുതെന്ന് വിചാരിച്ച്, ആരാരും സഹായം നൽകരുതെന്ന് വിചാരിച്ച് ഈ മനുഷ്യനെ ഇവിടെ ബന്ദിയാക്കുമ്പോൾ അതാ കാക്ക പറന്നു വന്നിട്ട് തൻ്റെ ചുണ്ടിലുള്ള പത്തിരിയെ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മനുഷ്യൻ്റെ വായിലങ്ങ് വെച്ച് കൊടുക്കുന്ന ദൃശ്യമാണ് മഹാൻ കാണുന്നത്. അതാ പ്രിയമുള്ളവരെ, കണ്ടില്ലേ, ഈ ഒരു മനുഷ്യൻ ആളുകൾ ഇത്രത്തോളം എത്തിച്ചിട്ട് പോലും അള്ളാഹു അവൻ്റെ റഹ്മത്ത് എത്തിച്ചു കൊടുത്ത വഴി കണ്ടില്ലേ? അതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളാഹു താല നമ്മോട് ഉണർത്തുന്നുണ്ട്. ലാ യൈഇസു മിൻ റൗഹില്ലാഹ് ഇന്നഹു യൈഇസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞവരാകരുത്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞവർ അത് കാഫിരീങ്ങൾ മാത്രമാകുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആശ മുറിയാത്ത നല്ലവരായ വിശ്വാസികളായി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ജീവിതം പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.